നമസ്കാരം. നമ്മുടെ വിഴിഞ്ഞം പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ വളരെ ഐതിഹാസികമായ ഒരു സമരം നടത്തിയത് ഓർമ്മയുണ്ട് അല്ലേ? കുറച്ചു കാലങ്ങൾക്ക് മുമ്പാണ് അവിടെ വലിയ ഒരു സമരം നടന്നത്. പോലീസ് ആക്ഷൻ നടന്നു, അടിച്ചമർത്തൽ നടന്നു, വലിയ ലാത്തി ചാർജ് നടന്നു, വെടിവെപ്പ് വരെ നടക്കാം എന്ന അവസ്ഥ വരെ എത്തി. അത്രമാത്രം ഏകദേശം 150 ദിവസം നീണ്ടു നിന്ന ഒരു സമരമാണ് മത്സ്യത്തൊഴിലാളികൾ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിന്റെ അവരുടെ പിന്തുണയിൽ അവരുടെ ബാനറിൻ കീഴിൽ ഇങ്ങനെ സമരം ചെയ്തത് മത്സ്യത്തൊഴിലാളികൾ. അവർ പറയുന്നത് ഈ വിഴിഞ്ഞൻ പദ്ധതി വരുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ തീരങ്ങൾ ശോഷിക്കുന്നു, തീരങ്ങൾ കടലെടുക്കുന്നു, ഞങ്ങളുടെ വീടുകൾ കടലെടുക്കുന്നു, ഞങ്ങളുടെ മത്സ്യബന്ധന ഉപകരണങ്ങൾ വള്ളങ്ങളും വലകളും ഒക്കെ കടലെടുത്തുകൊണ്ട് പോകുന്നു. യഥാർത്ഥത്തിൽ ഒരു പഠനമില്ലാതെ നേരെ ചൊവ്വേ തീരശോഷണ പഠനമില്ലാതെയാണ് ഈ ഇത് നടത്തിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്, ഞങ്ങൾ ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് മത്സ്യത്തൊഴിലാളികൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലും ചാക്കയിലും അതുപോലെ അവസാനം അവർ ഈ വിഴിഞ്ഞം പോർട്ടിന്റെ മുന്നിലും ഒക്കെ സമരം നടത്തിയത്. അവർ പല മേഖലകളിൽ സമരം നടത്തി ഈ ഗവൺമെന്റ് അതിനെ അംഗീകരിക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല എന്ന് ബോധ്യമായപ്പോഴാണ് അവർ ഈ ഹാർബർ അവിടെ നിന്ന് നമ്മുടെ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ആ മുന്നിൽ തന്നെ പോയി ചെന്ന് സമരം ചെയ്തതും അത് അക്രമാസക്തമായ സമരമായിട്ട് മാറിയതും അവിടെയാണ് നമ്മൾ കണ്ടത്. അപ്പൊ അന്ന് ഈ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി സർക്കാർ ഒരു തന്ത്രം കൊണ്ട് ഞങ്ങൾ തീരശോഷണത്തിലുണ്ടൊരു പഠന സമിതിയെ നിയോഗിക്കാം എന്ന് പറഞ്ഞ് സമ്മതിച്ചു. അങ്ങനെ 6 മാസത്തിനകം ഈ പഠന സമിതിയുടെ റിപ്പോർട്ട് വയ്ക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വേണ്ട നഷ്ടപരിഹാരം നൽകാം, നമുക്ക് വേണ്ടത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് സർക്കാർ അവരെ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടി, സമരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഒത്തുതീർപ്പുണ്ടാക്കി. പല ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കിയതിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പഠന സമിതിയെ തീരശോഷണ പഠന സമിതിയെ രൂപീകരിക്കാമെന്നാണ്. അങ്ങനെ 2022 ഒക്ടോബറിൽ അങ്ങനെ ഈ പഠന സമിതിയെ രൂപീകരിച്ചു. 2022 ഒക്ടോബറിൽ 6 മാസം കൊണ്ട് ഈ പഠനം പൂർത്തിയാക്കണം. അത് കഴിഞ്ഞിട്ട് ജൂലൈയിൽ തന്നെ അതിൻ്റെ അന്തിമ റിപ്പോർട്ട്, അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ഏകദേശം 7-ാം മാസം. അപ്പോൾ ജൂലൈയിൽ തന്നെ ഇതിൻ്റെ അന്തിമ റിപ്പോർട്ട് തരണം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നടത്തിയത്. പക്ഷേ അത് യഥാർത്ഥത്തിൽ അന്ന് തൊഴിലാളികളെ ഒന്ന് കബളിപ്പിക്കാൻ വേണ്ടിയാണ് സർക്കാർ ചെയ്തത്. തൽക്കാലത്ത് നിന്ന് തടിയൂരാൻ വേണ്ടി ചെയ്തതാണെന്നത് നമുക്ക് പിന്നീട് മനസ്സിലായി. കാരണം 6 മാസം കൂടി ഈ തീരശോഷണ പഠനത്തിന്റെ കാലാവധി നീട്ടിക്കൊടുത്തു. 6 മാസം നീട്ടിക്കൊടുത്തിട്ടും കൊടുത്തപ്പോൾ ഒരു ഇടക്കാല റിപ്പോർട്ട് കഴിഞ്ഞ ജൂലൈ മാസത്തിലോ മറ്റോ ഒരു ഇടക്കാല റിപ്പോർട്ട് അവർ വച്ചു. പക്ഷേ ഇടക്കാല റിപ്പോർട്ട് കിട്ടി കഴിഞ്ഞ നവംബറിൽ ഇടക്കാല റിപ്പോർട്ട് കൊടുത്തു. ഇടക്കാല റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും ആ റിപ്പോർട്ട് പുറത്ത് കാണിക്കാനോ അത് ചർച്ച ചെയ്യാനോ അത് പഠിക്കാനോ അതിനെക്കുറിച്ച് വിലയിരുത്താനോ ഒരു ശ്രമവും സർക്കാർ നടത്തിയില്ല. പകരം ആ ഇടക്കാല റിപ്പോർട്ട് കസേരയ്ക്ക് കീഴെ വെച്ച് അതിന് പുറത്ത് അടയിരിക്കുകയാണ് സർക്കാർ ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ ഇതാ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. ആ റിപ്പോർട്ടിന്റെ കാലാവധി തീർന്നിരിക്കുന്നു. അപ്പോൾ ഇടക്കാല റിപ്പോർട്ട് പുറത്ത് കാണിക്കേണ്ടതുണ്ട്, അന്തിമ റിപ്പോർട്ട് ഉടനെ തന്നെ വരേണ്ടതുണ്ട്. കാലാവധി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ അന്തിമ റിപ്പോർട്ട് ഉടനെ കൊടുക്കേണ്ടതാണ്. ആ സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടെ വരുന്നു. ഈ സമയത്ത് ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യുമെന്ന് ബോധ്യമായപ്പോൾ വീണ്ടും ഇതാ ഒരു 3 മാസത്തേക്ക് കൂടി അന്തിമ റിപ്പോർട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സമയം നീട്ടി കൊടുത്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഇത്തരത്തിലാണ് ഈ തൊഴിലാളികളെ സർക്കാർ വഞ്ചിക്കുന്നത് അല്ലെങ്കിൽ പറ്റിക്കുന്നത് എന്ന് കാണാം. പക്ഷേ ഇതിന്റെ പേരിൽ ഇനിയിപ്പോൾ ലത്തീൻ കത്തോലിക്ക സഭയുടെ പ്രതികരണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. മിക്കവാറും ലത്തീൻ കത്തോലിക്കർ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച് മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്. വരും നാളുകളിൽ ഈ പഠന റിപ്പോർട്ട് വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്ന സർക്കാരിന്റെ ഒരു തന്ത്രമാണെന്നും അത് രാഷ്ട്രീയ തന്ത്രമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ലത്തീൻ കത്തോലിക്ക സഭയിൽ നിന്നും അഭിപ്രായങ്ങൾ വരാനും പ്രതിഷേധങ്ങൾ വരാനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്.